പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ചെറുപയർ പരിപ്പ് കറിയാണ്. ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചെറുപയർ ഒന്ന് അലകാക്കി എടുക്കണം. അതിനായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്ത് 4-5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ചെറുപയറിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യണം. ചെറുപയറിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് 1-2 വട്ടം മാത്രം പൾസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ അത് പൊടിഞ്ഞു കിട്ടും. നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്, കറിക്ക് ടേസ്റ്റ് വരില്ല. ഇനി ഇതൊരു മുറത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. ചെറുപയറിൻ്റെ അലകായിട്ട് പാക്കറ്റ് കടയിൽ വാങ്ങാൻ കിട്ടും, അത് ഉപയോഗിച്ചാലും മതി. അതിനുശേഷം നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എങ്കിലേ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരത്തുള്ളൂ. നല്ലപോലെ ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ഉടച്ചെടുക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി തേങ്ങ ചിരകിയത്, 1 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ശകലം കറിവേപ്പില, വെള്ളവും കൂടെ ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ശകലം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി. ചൂടായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലോ വെളിച്ചെണ്ണയിലോ താളിച്ച് ചേർക്കാം. പക്ഷെ നെയ്യ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില മാത്രമായിട്ട് വേണമെങ്കിലും താളിച്ച് ചേർക്കാം. ഇനി ഇത് പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട്.